Hello friends, good morning. See our next topic, why study economics or importance of economics. Very interesting and very important topic. നിങ്ങൾക്കൊരു 5 മാർക്ക് അല്ലെങ്കിൽ ഒരു എസ്സേ യൂണിവേഴ്സിറ്റി എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, റൈറ്റ്. അതുപോലെ വളരെ ബ്രോഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ അതൊരു യൂണിവേഴ്സിറ്റി സിലബസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ. Under this topic, I would like to explain around 8 points. Okay? You can add your own points here. കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്കോപ്പ് ഓഫ് എക്കണോമിക്സ് ഡിസ്കസ് ചെയ്തു. Microeconomics I, your core course, module first. What is the title of module first? Exploring the subject matter of economics. Okay. അതിൽ ഏറ്റവും ഫസ്റ്റ് ടോപ്പിക് തന്നെ വരുന്നത് why study economics എന്നാണ്. പക്ഷെ നമ്മൾ മൊഡ്യൂൾ 1-ൻ്റെ എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻസും സ്കോപ്പ് ഓഫ് എക്കണോമിക്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാരണം അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് എക്കണോമിക്സ് ഓർ വൈ സ്റ്റഡി എക്കണോമിക്സ് നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതൊരു മൂന്നാമത്തെ ഒരു ടോപ്പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സി വൈ സ്റ്റഡി എക്കണോമിക്സ്, നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക, വൈ ഐ ആം സ്റ്റഡിയിങ് എക്കണോമിക്സ്. നിങ്ങൾക്ക് ഒരുപാട് ആൻസേഴ്സ് കിട്ടും അല്ലേ? ഞാനതാ പറയുന്നത്, നമുക്ക് പേഴ്സണലായിട്ട് തന്നെ ഒത്തിരി ആൻസർ ചെയ്യാൻ പറ്റുന്ന സെക്ഷനാണ്. ഒരുപാട് ആൻസേഴ്സ് നമുക്ക് പറയാൻ പറ്റും. നല്ല ജോബ് കിട്ടാൻ, ഫാമിലി ബഡ്ജറ്റ് ഡിസൈൻ ചെയ്യാൻ, നല്ലൊരു ഇൻഡസ്ട്രി തുടങ്ങാൻ, മാനേജീരിയൽ കപ്പാസിറ്റി ഉണ്ടാവാൻ വേണ്ടി, നല്ലൊരു കരിയർ കിട്ടാൻ വേണ്ടി, ഇന്ത്യൻ എക്കണോമിക് സർവീസ് എഴുതാൻ വേണ്ടി, നല്ലൊരു ബാങ്കിങ് അഡ്മിനിസ്ട്രേറ്റർ ആകാൻ വേണ്ടി, ഓക്കെ, സ്കേഴ്സിറ്റി ആയിട്ടുള്ള വിഭവങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി, ആൻഡ് സോ ഓൺ. ദർ ആർ ലോട്ട്സ് ഓഫ് തിങ്സ്. ദാറ്റ് ഈസ് ദ ആൻസർ. ഓക്കെ. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ സ്കോപ്പ് ഓഫ് എക്കണോമിക്സിൽ മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്, ഇൻ്റർനാഷണൽ എക്കണോമിക്സ്, എക്കണോമെട്രിക്സ്, ബിഹേവിയറൽ എക്കണോമിക്സ്, ലേബർ എക്കണോമിക്സ്, ഇൻഡസ്ട്രിയൽ എക്കണോമിക്സ്, പബ്ലിക് ഫൈനാൻസ്, ഇൻ്റർനാഷണൽ എക്കണോമിക്സ്, എക്സെട്ര വി ഹാവ് ഡിസ്കസ്ഡ്. യു ക്യാൻ ആഡ് ഓൾ ദീസ് പോയിൻറ്റ്സ് ഹിയർ. കാരണം അതെല്ലാം എന്താണ്, ഇപ്പോൾ ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ പറ്റി പഠിക്കുന്നതാണ് മൈക്രോ എക്കണോമിക്സ്. I would like to know the economic behavior of individual units. That is why I am studying economics. That is also right. I would like to understand the working of an entire economy as a whole or aggregate economy. That is a part and parcel of macroeconomics. That is why I am studying economics. That is also correct. That is, subject matter of economics. That will come under, importance of economics or scope of economics and so on. ഓക്കെ. അപ്പോൾ വളരെ ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓരോ ഭാഗങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണ്ട. നിങ്ങൾ വളരെ കൺസ്ട്രക്റ്റീവായിട്ട് റാഷണലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ ഭാഷയിൽ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക, നോട്ട്സ് ഉണ്ടാക്കുക, എഴുതി പഠിക്കുക, അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ. ദെൻ വി കൻ ഈസിലി score good marks in economics, right? So why study economics, or what are the relevance, significance or importance of economics? ഏത് ചോദ്യം വന്നാലും you can just list out these 8 points plus you can add your own points. ഞാനിവിടെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അനലൈസ് ചെയ്തിട്ട് കുറച്ച് പോയിൻറ്റ്സ് എഴുതിയതാണ്. ഓക്കെ. ഫസ്റ്റ് പോയിന്റ്, I am studying economics because I would like to acquire the skill of rational thinking, or simply the economic way of thinking. That is very important. The mother of all economic problems, നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് scarcity. Our resources are limited, but human wants are unlimited. That resulted, the fundamental questions, the fundamental problems that faced in a society or that faced in an economy. What are the fundamental problems? What to produce, how to produce, for whom to produce. So here, we need to utilize the available resources in a judicious, in an efficient, productive and effective manner or ways. That is very important. Optimum utilization of available resources. ലഭ്യമായ വിഭവങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്താൻ, അതിൻ്റെ ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കുന്ന വിഷയമാണ് എക്കണോമിക്സ്. ദാറ്റ് ഈസ് വൈ ഐ ആം സ്റ്റഡിയിങ് എക്കണോമിക്സ്. വെരി വെരി സിമ്പിൾ.
Okay, so you can just think about, scarcity, then human wants, choice, prioritization, and everything you can add here. Microeconomics, macroeconomics, allocative efficiency. That is also a very important thing. Allocation. That is, we need to acquire efficiency in the allocation of precious resources. So, to acquire the skill of rational thinking or the economic way of thinking, consumer maximum utility, like maximum satisfaction or consumer equilibrium. In the perspective of producer, another economic agent, maximum profit. And in terms of government, welfare of the people. And so on. Then how can we satisfy all these needs, requirements, and wants of the different economic agents that should be based on rational thinking and economic principles, economic ideas, and economic theories? So economics actually help us to acquire the skill of rational thinking, or simply we can say the economic way of thinking. See, second point here is that to understand the economy or society, to understand the economy, production, consumption, distribution, market forces like demand and supply. We know that law of demand, law of supply. There are lots of things that happen in an economy. About the economy, economic behavior of human beings, and then relationship, functions, അത് എക്കണോമിക് മോഡൽസ് ഉണ്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, എക്കോണമി പെർസ്പെക്റ്റീവിൽ മനസ്സിലാക്കുന്നു. ടു അണ്ടർസ്റ്റാൻഡ് ദ എക്കോണമി, what are the problems associated with an economy? Poverty, unemployment, inequality, environmental issues. There are lots of things are there. How can we generate employment opportunities in an economy? Then how can we impart quality education? How can we ensure proper distribution of goods and services, food security, and so many things. So to understand the economy, to understand the society, economics help us to understand the society in a proper way. Okay, adile base ചെയ്തിട്ടാണ് നമ്മൾ എക്കണോമിക് പോളിസീസ്, ഫിസ്ക്കൽ പോളിസി, മോണിറ്ററി പോളിസി, ഒത്തിരി നയങ്ങളൊക്കെ രൂപീകരിക്കുക. What is the ultimate aim of economics? Betterment of life of the people. Enhancement of the life of the people, improve the living standards of the people or welfare of the people. So for this purpose we need to produce more goods and services. Okay, we need to ensure proper distribution of goods and services. Then only we can reduce the gap between the rich and the poor. Okay, so economics and importance kudi varana. കാരണം എന്താ, ഒരു ഭാഗത്ത് നമ്മുടെ റിസോഴ്സസ് സ്കേഴ്സ് ആണ്, മറുഭാഗത്ത് ഹ്യൂമൻ വാണ്ട്സ് എൻലാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഏറ്റവും മികച്ച രീതിയിൽ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തണം, വേസ്റ്റേജസ് ഉണ്ടാവാൻ പാടില്ല, പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം, അസമത്വം ഇല്ലാതാക്കണം, തൊഴിൽ ലഭ്യത ഉറപ്പ് വരുത്തണം. Okay, so to understand the economy or society, that is the second point. And third point, to manage international affairs. Scope of economics നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇന്റർനാഷണൽ എക്കണോമിക്സ്. ഓക്കെ, ഓപ്പൺ എക്കോണമി, എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ബാലൻസ് ഓഫ് ട്രേഡ്, ബാലൻസ് ഓഫ് പേയ്മെന്റ്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്. The role of IMF, International Monetary Fund, World Bank, WTO, World Trade Organization, and there are lots of things. So economics help us to understand the complex global affairs or international affairs. We are actually a part and parcel of global citizens. The global citizens are global citizens. Related to Indian economy, you can think about 1991, 1991, Narasimha Rao, Prime Minister, Dr. Manmohan Singh, Finance Minister, we have introduced a new economic policy, NEP, in which, liberalization, and P for privatization, and G for globalization, LPG programs. Our economy is more open now. So, economics help us to manage international affairs, or to understand international economic affairs or global affairs. That is also very important. Okay, export, import,
and foreign exchange reserves and open economy. There are lots of things are there. Okay, then here you can also think about international transmission. Okay, international transmission. നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ വായിക്കുക, പത്രങ്ങൾ വായിക്കുക, എസ്പെഷ്യലി ദ ഹിന്ദു, okay, Times of India, you will get lots of points. But see, 2008 economic crisis, economic recession, that started from America, but that spread to the rest of the world as a part of international transmission. Transmit ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? പരക്കുക, സ്പ്രെഡ് ചെയ്യുക, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വരിക. അപ്പോൾ സി എക്കോണമി എന്താണ്? ഗ്ലോബൽ എക്കോണമി, ഡിഫറെൻറ്റ് എക്കോണമീസ് ഹൈലി ഇൻ്റർ റിലേറ്റഡ് ആണ്, ഹൈലി കണക്റ്റഡ് ആണ്. ഗുഡ് ഉണ്ടായാലും അതെന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്യും. ബാഡ് സംഭവിച്ചാൽ എന്തെങ്കിലും ഷോക്സ്, എക്കണോമിക് ക്രൈസിസ്, ട്രബിൾ, അല്ലെ? ഇപ്പം ലേമാൻ ബ്രദേഴ്സ് എന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് തകർന്ന് തരിപ്പണായി എക്കണോമിക് ക്രൈസിസിൻ്റെ തുടക്കം അമേരിക്കയിൽ. ദാറ്റ് ഓൾസോ അഫക്റ്റഡ് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ഓക്കെ, സോ ഇൻ്റർനാഷണൽ എക്കണോമിക്സ്, ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. Importance of economics, or why study economics? Economics gives us tips and understandings about global affairs or international economics. And fourth one, to be an informed voter. Okay, election. ഗവൺമെൻറ് പൊതുവെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള നയങ്ങൾ, പോളിസീസ്, സ്കീംസ്, ടാക്സ് കുറയ്ക്കുക, പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടുക ഏത് സമയത്താണ്? ഇലക്ഷൻ ഉണ്ടാകുമ്പോഴാണ്. ഷുവറാണ്. ഫോർ വാട്ട്? ദേ വാണ്ട് ടു മാക്സിമൈസ് ദെയർ വോട്ട്സ്. അവർക്ക് കൂടുതൽ വോട്ട് കിട്ടണം, അല്ലേ? ആളുകൾ വോട്ട് ചെയ്യണം. ദെൻ ഓൺലി ദേ ക്യാൻ റിട്ടൈൻ ദെയർ പവർ അറ്റ് ദ സെൻറ്റർ ഓർ സ്റ്റേറ്റ്സ്. അവർക്ക് സ്റ്റേറ്റിലാവട്ടെ സെൻട്രലാവട്ടെ ഭരണം കിട്ടണമെങ്കിൽ, പവർ കിട്ടണമെങ്കിൽ എന്ത് വേണം? വോട്ട് കൂടുതൽ വേണം. അണ്ടർ ഡെമോക്രസി. സോ ഇൻഫോംഡ് വോട്ടർ, ദ വോട്ടർ ക്യാൻ ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് ദ ഗവൺമെൻറ്. ഗവൺമെൻറ് എന്തെല്ലാം ചെയ്തു, ഗവൺമെൻറ് എന്തെല്ലാം പോളിസീസ് കൊണ്ടുവന്നു. ദേ ക്യാൻ അസസ് ദ വർക്കിംഗ് ഓഫ് ദ ഗവൺമെൻറ്. ദെൻ ദേ ക്യാൻ തിങ്ക് അബൌട്ട് ഐദർ ടു വോട്ട് ഓർ എഗെയിൻസ്റ്റ് ദ പ്രസൻറ്റ് ഗവൺമെൻറ്. ഓക്കെ, ഇപ്പോൾ ചില പാർട്ടീസ്, ഇപ്പം നിങ്ങൾക്ക് ജപ്പാനിൽ, ഐസ്ലാൻഡ് പോലുള്ള രാജ്യങ്ങളിൽ എക്കണോമിക് ഇഷ്യൂസ്, എല്ലാ രാജ്യങ്ങളിലും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്താണ്? എക്കണോമിക് മാറ്റേഴ്സാണ്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് US ഇലക്ഷനിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താണ്? എക്കണോമിക്സ് ആണ്, അല്ലേ? കൊറോണ വൈറസ് വാക്സിൻ, അതുമായി ബന്ധപ്പെട്ട് വന്ന എക്കണോമിക് റിസഷൻ, ഹ്യൂജ് അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, ഇതൊക്കെ ഏത് മേഖലയിലേറ്റും ബന്ധപ്പെട്ട് വരുന്ന എക്കണോമിക്സ് സൊസൈറ്റിയിൽ അഫക്റ്റ് ചെയ്യുന്നത്, അത് ഗവൺമെൻറ്റിൻ്റെ സ്റ്റെബിലിറ്റി തകർക്കുന്നത്. പല ഇപ്പോൾ ഇൻഫ്ലേഷൻ, ഐസ്ലാൻഡിലൊക്കെ ഒരു ഗവൺമെൻറ്റിനെ മറിച്ചിടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇൻഫ്ലേഷനായിരുന്നു, പണപ്പെരുപ്പം. ഓക്കെ, സോ ടു ബി ആൻ ഇൻഫോംഡ് വോട്ടർ, നല്ല നമുക്കൊരു ഡെമോക്രസിയിൽ പൊളിറ്റിക്കൽ പാർട്ടീസ്, പൊളിറ്റിക്കൽ പ്രോസസ്സിൽ, ഇലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കുന്ന ഒരു ഹൈലി ഇൻഫോംഡ്, റാഷണൽ ആയിട്ടുള്ള വോട്ടർ സൃഷ്ടിക്കുന്നതിൽ എക്കണോമിക്സ് വലിയ പങ്ക് വഹിക്കുന്നു. ഓക്കെ, റൈറ്റ്. ദ നെക്സ്റ്റ് പോയിന്റ്, ഫിഫ്ത്ത് വൺ, ടു ഹാൻഡിൽ ഓർ സെറ്റിൽ ദ കോംപ്ലെക്സ് പ്രോബ്ലംസ് ഓഫ് ദ സൊസൈറ്റി ഓർ എക്കോണമി. സി, ദർ ആർ ലോട്ട്സ് ഓഫ് പ്രോബ്ലംസ്. ഇപ്പോൾ നിങ്ങൾ ഇന്ത്യൻ എക്കോണമി നിങ്ങൾ പത്രത്തിൽ കാണാൻ പറ്റും. ഇന്ത്യൻ എക്കോണമി എൻറ്റേർഡ് ഇൻ ടു എക്കണോമിക് റിസഷൻ, or at least in technical format. സാങ്കേതികപരമായി ഇന്ത്യ റിസഷനിലേക്ക് കടന്നു, അല്ലേ? ട്രേഡ് സൈക്കിൾ, ബിസിനസ് സൈക്കിൾ, പ്രോസ്പെരിറ്റി, ദെൻ അതിൻ്റെ ടോപ്പ് ലെവൽ ബൂം, റിസഷൻ, ദെൻ ഡിപ്രഷൻ, അതിലേറ്റവും ബോട്ടം ലെവൽ വരുന്ന ട്രോഫ്, ദെൻ റിക്കവറി. ഓക്കെ, 2 ക്വാർട്ടേഴ്സ്, ഒരു വർഷത്തിൽ 4 ക്വാർട്ടേഴ്സാണ് ഉണ്ടാവുക. ഏപ്രിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഏപ്രിൽ, മെയ്, ജൂൺ, ഫസ്റ്റ് ക്വാർട്ടർ Q1. ഓക്കെ, that is April, May, June, July, August, September, second quarter, then October, November, December, third quarter, January, February, March, fourth quarter. ഈ 2 ക്വാർട്ടർ കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റീവ് എക്കണോമിക് ഗ്രോത്ത് ആണെങ്കിൽ അവിടെ റിസഷൻ ഉണ്ടായി എന്നാണ് പറയാം. ഇപ്പം നമ്മുടെ കൊറോണ ഇൻഡ്യൂസ്ഡ് എക്കണോമിക് ക്രൈസിസ് ദാറ്റ് റിസൾട്ടഡ് ഇൻ എക്കണോമിക് റിസഷൻ ഇൻ ഇന്ത്യ ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. സോ സി, ടു ഹാൻഡിൽ ഓർ സെറ്റിൽ ദ കോംപ്ലക്സ് പ്രോബ്ലംസ് ഓഫ് ദ സൊസൈറ്റി ഇൻ ആൻ എക്കോണമി. ഞാനിവിടെ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറയാം. സി, ഇന്ത്യ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് MGNREGA. വാട്ട് ഈസ് ഇറ്റ്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്, തൊഴിലുറപ്പ് പദ്ധതി, നമുക്ക് എല്ലാവർക്കും അറിയാം. For what? To generate employment opportunities, thereby to generate income, thereby enhance the purchasing power of the people, and thereby reduce poverty, inequality, and so on. സോ എക്കോണമിയിലെ പ്രശ്നങ്ങൾ ഇപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ്, പോവർട്ടി, ഇനീക്വാളിറ്റി, ദെൻ വിമൻ റിലേറ്റഡ് ഇഷ്യൂസ്, ചൈൽഡ് ലേബർ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, ദർ ആർ ലോട്ട്സ് ഓഫ് തിങ്. ബ്ലാക്ക് മണി, ഡിമോണിറ്റൈസേഷൻ,
November 8, 2016, ആരും മറക്കൂല. To handle or settle the complex problems of the society or economy, we need to understand economics. Okay, എക്കണോമിസ്റ്റുകളെ അതെന്ത് ചെയ്യുന്നു, സൃഷ്ടിക്കുന്നു. എക്കണോമിക്സ് ജനറേറ്റ്സ് എക്കണോമിസ്റ്റ്, and economics will design economic policies that will help, optimum utilization of available resources and thereby enhance the living standards of the people. Okay, right. Then the sixth point, to give forecasts for economy. Predict ചെയ്യുക, അടുത്ത വർഷം നമ്മുടെ GDP ഗ്രോത്ത് ഇങ്ങനെ ആയിരിക്കും, എക്കണോമിക് പോളിസി ഈ രീതിയിൽ എടുത്ത് പോയാൽ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. ലോട്ട്സ് ഓഫ് പബ്ലിക്കേഷൻസ്. ഇപ്പോൾ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് issued by IMF, International Monetary Fund. Okay, World Development Report, World Trade Report, WTO, World Development Report, World Bank, ഇങ്ങനെ ഒത്തിരി പബ്ലിക്കേഷൻസ് നമുക്ക് കാണാം. ഞാൻ നിങ്ങൾക്ക് ആ സ്ലൈഡിൽ കാണിച്ചു തരാം. ലോട്ട്സ് ഓഫ് ഇമ്പോർട്ടൻറ്റ് പബ്ലിക്കേഷൻസ് ആൻഡ് ദാറ്റ് റിലീസ്ഡ് ബൈ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ഇൻക്ലൂഡിങ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ലൈക്ക് UPSC സിവിൽ സർവീസ് എക്സാംസ് എക്സെട്ര, PSC exams. Okay. You can also note that slide in which you can easily understand international institutions, their headquarters plus important publications. Okay, for Human Development Report published by UNDP, United Nations Development Program. Okay, കഴിഞ്ഞ ടോപ്പിക്കിൽ ഞാൻ എക്കണോമിക്സ് നൊബേൽ പ്രൈസ് കിട്ടിയ 2020 കിട്ടിയ ആളുകളുടെ പേര് ഞാൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. Okay, you can just search, right. And seventh point, to design proper policies. Here, economic policies like monetary policy. That is, the policy chalked out by RBI, Reserve Bank of India in India. Or, fiscal policy. That is, the policy of the government. Okay. But economics help us or the government to design proper and effective policies to address economic issues and problems that existed in a society. Okay. And eighth one, to manage economic crisis. But 1929 to 1933, നമുക്ക് അറിയുന്നൊരു വർഷമാണ് അല്ലേ, ഗ്രേറ്റ് ഡിപ്രഷൻ. then അവിടെയാണ് കെയ്നീഷ്യൻ എക്കണോമിക്സ് ഒക്കെ വരുന്നത് അല്ലേ. റോൾ ഓഫ് ഗവൺമെൻറ്, ക്ലാസിക്കൽ എക്കണോമിക്സിന് ഒരുപാട് ഐഡിയാസ് ഒക്കെ ഇഷ്യൂസ് ഒക്കെ വന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. then similarly 2008 വന്നിട്ടുള്ള ഇഷ്യൂസ്. then the present we are facing COVID induced economic crisis. ആ ടേം നോട്ട് ചെയ്യുക, കോവിഡ് അല്ലേ, കൊറോണ വൈറസ് ഡിസീസ് ഇൻഡ്യൂസ്ഡ് എക്കണോമിക് ക്രൈസിസ്. ഇപ്പം നമ്മുടെ എക്കോണമി റിസഷനിലേക്ക് വന്നു. വാക്സിൻസിന് അല്ലേ, വാക്സിൻ ഏറ്റവും മികച്ച രീതിയിൽ പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അതിന് അനിയന്ത്രിതമായി വില കൂടുന്നത് തടയണം. ഓക്കെ, ഇപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിൻ്റെ അവരെ വാക്സിൻ, റഷ്യ ഡെവലപ്പ് ചെയ്തിട്ടുള്ള വാക്സിൻ, ഇന്ത്യ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സംഭവം, അതൊക്കെ പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. കാരണം എന്താ, ടു സേവ് ദ ഹ്യൂമൻ ബീയിങ്സ്. കാരണം മൊത്തമായിട്ട് ഒരു കില്ലർ ഡിസീസസ് ആണത്. സോ ഓൾ ദീസ് തിങ്സ് ദാറ്റ് കം അണ്ടർ that is economics. That is, economics help us to manage economic crisis, depression, recession, and so on, and thereby equip us to recover our economy by announcing proper economic policies and so on. Okay, അപ്പോൾ ഈ ഒരു ഡിസ്കഷൻ ഇവിടെ തീരില്ല. വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ്, ബ്രോഡ് ആയിട്ടുള്ള ഏരിയ ആണ്. Why study economics? We can simply list out these 8 points. You can simply understand or importance of economics. Okay, I would like to wind up the topic. See, role of economics. അപ്പോൾ ഞാനൊരു വൈൻഡ് അപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് എക്കണോമിക്സിൻ്റെ പ്രധാനപ്പെട്ട റോള്. ഓക്കെ, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇൻ വിച്ച് യു ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദ പോയിൻറ്റ്സ്. ഫസ്റ്റ് വരുന്നത് ടു അണ്ടർസ്റ്റാൻഡ് എക്കണോമിക് പ്രോബ്ലംസ്. സൊസൈറ്റിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഞാനൊരു പ്രോബ്ലംസ് ഇവിടെ എഴുതാണ്. അൺഎംപ്ലോയ്മെൻ്റ് ആണ് പ്രോബ്ലം. ഓക്കെ, അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് ദ ബിഗ് ഇഷ്യൂ. ദെൻ അനദർ റോൾ ഈസ് ടു ട്രേസ് ഔട്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ പ്രോബ്ലം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മാഗ്നിറ്റ്യൂഡ്, പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ പോരാ അല്ലേ, ഡയഗ്നോസ് ചെയ്താൽ പോരാ. ഇപ്പോൾ ഡോക്ടർ അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ, ഡോക്ടേഴ്സിൻ്റെ ഒരു ഡ്യൂട്ടി തന്നെയാണ് എക്കണോമിക്സും ചെയ്യുന്നത്. പക്ഷേ ഡോക്ടേഴ്സ് ഹ്യൂമൻ ബോഡിയാണ് നോക്കുന്നത്, എക്കണോമിക്സിൻ്റെ ബോഡി അതാണ്, എക്കോണമിയാണ്. ഇപ്പോൾ ഇന്ത്യൻ എക്കോണമി, ദി US എക്കോണമി, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ട് എന്നുള്ള പ്രശ്നം കണ്ടാൽ പോരാ, എത്രത്തോളം ഉണ്ട് അൺഎംപ്ലോയ്മെൻറ്റ്,
അത് ഫീമെയിലിൻ്റെ ഇടയിലാണോ, മെയിൽസിൻ്റെ ഇടയിലാണോ, എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻ്റ് ആണോ, സീസണൽ അൺഎംപ്ലോയ്മെൻ്റ് ആണോ, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് ആണോ, ഇങ്ങനെ മനസ്സിലാക്കണം ടു ട്രൈസ് ഔട്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ പ്രോബ്ലം. ഓക്കെ, തേർഡ് വൺ ഈ രണ്ട് ഇപ്പം പ്രശ്നങ്ങൾ മനസ്സിലാക്കി, ആ പ്രശ്നത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കി. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് എക്കണോമിക്സ്, റോൾ ഓഫ് എക്കണോമിക്സ് ടു ഡിസൈൻ പോളിസീസ്. ടു ഡിസൈൻ പോളിസീസ് ഇവിടെയാണ് ഏത് വരിക, മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി എൻ്റെ സംഭവങ്ങൾക്ക് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ, നിങ്ങൾ വരുന്ന സെമസ്റ്ററുകളിലൊക്കെ പഠിക്കാനുള്ള സംഭവമാണ്. ഓക്കെ, ടു ഡിസൈൻ പ്രോപ്പർ എക്കണോമിക് പോളിസീസ് ടു കമ്പാറ്റ്, കൗണ്ടർ ഓർ അഡ്രസ് ദീസ് പ്രോബ്ലംസ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് കണ്ട് അൺഎംപ്ലോയ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് 8% ഈസ് ദ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്. ഓക്കെ, ദെൻ നമ്മളൊരു പോളിസി, ഫിസിക്കൽ പോളിസിൻ്റെ ഭാഗമായിട്ട് MGNREGA വി ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ്. ഓക്കെ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. ദെൻ ഡ്യൂട്ടി കഴിഞ്ഞില്ല, എക്കണോമിക്സ് പിന്നെ എന്ത് ചെയ്യണം, എന്താ ചെയ്യുക, ടു ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് ദ പോളിസീസ്, ടു ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് ദ പോളിസീസ്. സാമ്പത്തിക നയങ്ങളുടെ അത് വിജയിച്ചിട്ടുണ്ടോ, നമ്മൾ ടാർഗറ്റ് ചെയ്തത് അറ്റൈൻ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ടോ എന്നൊക്കെ ചെയ്യും. ദെൻ ലാസ്റ്റ് വൺ ഗ്യാപ്പ് വന്നാൽ എന്ത് ചെയ്യും, എഗെയിൻ മോർ പോളിസീസ് ടു ഫിൽ ദ ഗ്യാപ്പ്. ഓക്കെ, ഈ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് 8 പോയിന്റോ 10 പോയിന്റ് 15 പോയിന്റ്സ് ഒക്കെ നമുക്ക് ആക്കാൻ പറ്റും. ഇമ്പോർട്ടൻസ് ഓഫ് എക്കണോമിക്സ് യു ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ലൈക്ക് ദിസ്. ഓക്കെ, ടു അണ്ടർസ്റ്റാൻഡ് ദ എക്കണോമിക് പ്രോബ്ലംസ്, ടു ട്രൈസ് ഔട്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ പ്രോബ്ലംസ്, ടു ഡിസൈൻ പ്രോപ്പർ എക്കണോമിക് പോളിസീസ്, ഇവാലുവേഷൻ ഓർ അസസ്മെന്റ് ഓഫ് ദ പോളിസീസ് വെദർ വി ഹാവ് അറ്റൈൻഡ് അവർ ടാർഗറ്റ് ഓർ നോട്ട്. If we fail to attain the target, then again we will design more policies to fill the gap between the target and the reality. Okay, see, these are the things why study economics or importance of economics. Okay, importance of economics, സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഏത് രീതിയിൽ ചോദിച്ചാലും വിടരുത്, വളരെ ഉഷാറായിട്ട് എഴുതുക. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. See you in the next video. Thank you so much.